ചൈനയുടെ പുതിയ നീക്കമാണ് ഇപ്പോൾ ലോകം തന്നെ ഉറ്റുനോക്കുന്നത്. ലോക സമ്പദ് വ്യവസ്ഥയെയും ആഗോള സമാധാനത്തെയും വൻ ദുരന്തത്തിലേക്ക് തള്ളിവിടാൻ ചൈന ശ്രമിക്കുകയാണോ? ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഞെട്ടിക്കുന്ന അതിനിർണായക വിവരങ്ങളാണ് പങ്കുവെക്കുന്നത്. അതെ, ആഗോള സമാധാനത്തിന് ഭീഷണിയായി കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ അധിനിവേശ മോഹങ്ങൾ വീണ്ടും കത്തിപ്പടരുകയാണ്. ഇൻഡോ പസഫിക് മേഖലയെ വൻ പ്രതിസന്ധിയിലാക്കി തായ്വാൻ കടലിടുക്കിൽ ചൈനീസ് ചുവപ്പ് സേന വീണ്ടും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു. അവിടെ ചൈനയുടെ ഭാഗത്തു നിന്നും ഒരൊറ്റ തെറ്റായ നീക്കം മതി ലോക സമ്പദ് വ്യവസ്ഥയെയും ആഗോള സമാധാനത്തെയും വൻ ദുരന്തത്തിലേക്ക് തള്ളിവിടാൻ. സ്വതന്ത്രവും ജനാധിപത്യപരമായ ഒരു കൊച്ചു രാജ്യത്തെ വിഴുങ്ങാൻ ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമി നടത്തുന്ന തന്ത്രങ്ങളും നീക്കങ്ങളും ഇപ്പോൾ ലോകം വളരെ ഭീതിയോടെയാണ് ഉറ്റുനോക്കുന്നത്. ഓഗസ്റ്റ് 10 തായ്വാൻ ദേശീയ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ട ആ സുരക്ഷാ റിപ്പോർട്ട് ഞെട്ടിക്കുന്നതാണ്. തായ്വാൻ സമുദ്രാതിർത്തി ലംഘിച്ചുകൊണ്ട് ചൈനയുടെ യുദ്ധവിമാനങ്ങളും പോർക്കപ്പലുകളും വളഞ്ഞു കഴിഞ്ഞു. ശത്രു രാജ്യങ്ങൾ ഞെട്ടിയ ഈ സൈനിക നീക്കങ്ങൾക്ക് പിന്നിൽ വലിയൊരു അധിനിവേശ തന്ത്രമുണ്ട്. ചൈനയുടെ ഭാഗത്തു നിന്ന്, അതായത് ഇന്ത്യയുടെ അതിർത്തികളിൽ വഞ്ചന കാണിക്കുന്ന അതേ കമ്മ്യൂണിസ്റ്റ് ചൈന ഭരണകൂടം തായ്വാന് ചുറ്റും ഒരുക്കുന്ന കെണികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ലോക സുരക്ഷയെ തകിടം മറിക്കുന്ന ഈ ചൈനീസ് നീക്കങ്ങളെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കാണുക. നിങ്ങൾക്കറിയാമോ, ഓഗസ്റ്റ് 10 രാവിലെ പുറത്തുവന്ന ആ ഔദ്യോഗിക വിവരങ്ങൾ അനുസരിച്ച് തായ്വാൻ സമുദ്രാതിർത്തിയിൽ ഭീഷണിയായി ചൈനീസ് സൈന്യത്തിന്റെ സജീവ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. തായ്വാൻ പ്രതിരോധ മന്ത്രാലയം എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവെച്ച സ്ഥിതി വിവര കണക്കുകൾ പ്രകാരം ചൈനയുടെ ഒരു സൈനിക വിമാനവും 9 യുദ്ധക്കപ്പലുകളും 11 ഔദ്യോഗിക പട്രോൾ കപ്പലുകളും തായ്വാനെ വളഞ്ഞ ദൗത്യങ്ങൾ നടത്തുകയാണ്. ഇതിൽ ചൈനീസ് യുദ്ധവിമാനം തായ്വാന്റെ തെക്കു പടിഞ്ഞാറൻ വ്യോമ പ്രതിരോധ തിരിച്ചറിയൽ മേഖലയ്ക്ക് തൊട്ടടുത്തുകൂടെ പ്രകോപനപരമായി പറന്നുയർന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. നിങ്ങൾ ഒരുപക്ഷെ കരുതുന്നത് പോലെ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, മറിച്ച് ചൈനയുടെ കൃത്യമായ പദ്ധതിയുടെ ഭാഗമാണ്. ഓഗസ്റ്റ് 9 കണക്കുകൾ നോക്കൂ. 4 ചൈനീസ് വിമാനങ്ങളും 6 യുദ്ധക്കപ്പലുകളും 9 ഔദ്യോഗിക കപ്പലുകളുമാണ് തായ്വാനിന്റെ നിരീക്ഷണ റഡാറുകളിൽ പതിഞ്ഞത്. അതിൽ 2 ചൈനീസ് വിമാനങ്ങൾ തായ്വാൻ കടലിടുക്കിലെ രാജ്യാന്തര അതിർത്തി രേഖയായ മീഡിയൻ ലൈൻ കടന്ന പ്രകോപനം സൃഷ്ടിച്ചു. മേഖലയിലെ ജനാധിപത്യ രാജ്യങ്ങളെ ഭയപ്പെടുത്തി കീഴടക്കാനുള്ള ചൈനയുടെ ഗ്രേ സോൺ തന്ത്രമാണിത്. യഥാർത്ഥത്തിൽ ചൈന തായ്വാന്റെ മേൽ അവകാശവാദം ഉന്നയിക്കാൻ ചരിത്രത്തെ വികലമായി ഉപയോഗിക്കുകയാണ് എന്നാണ് യഥാർത്ഥ ചരിത്രം സൂചിപ്പിക്കുന്നത്. ആ ചരിത്രം ഇവിടെ നമ്മൾ പരാമർശിച്ചു പോകേണ്ടതുണ്ട്. കാരണം നോക്കൂ, തായ്വാൻ തങ്ങളുടെ അവിഭാജ്യ ഘടകമാണെന്ന് ചൈന നിരന്തരം അവകാശപ്പെടുന്നത് ഏത് ചരിത്രത്തിന്റെ ബലത്തിലാണ്? ചരിത്ര വസ്തുതകൾ കൃത്യമായി പരിശോധിച്ചാൽ കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ വ്യാജ പ്രചരണങ്ങളെ മുഖംമൂടി അഴിഞ്ഞു വീഴും. 1683 കിങ് രാജവംശം തായ്വാൻ പിടിച്ചടക്കിയ ചരിത്രം പറഞ്ഞാണ് കമ്മ്യൂണിസ്റ്റ് ബീജിംഗ് ഭരണകൂടം ഇന്ന് തായ്വാനെ തങ്ങളുടേതാക്കാൻ നോക്കുന്നത്. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ നമുക്ക് ചരിത്രത്തിലെ 3 നിർണായക വഴിത്തിരിവുകൾ പരിശോധിക്കാം. അതിലൊന്നാമത്തേത് 1895 ഷിമോനോസെക്കി ഉടമ്പടിയും ജപ്പാൻ ഭരണവുമാണ്. 1683 മുതൽ ചൈന ഭരിച്ചിരുന്ന കിങ് രാജവംശത്തിന്റെ കീഴിലായിരുന്നു തായ്വാൻ ദ്വീപ്. എന്നാൽ 1894-95 കാലഘട്ടത്തിൽ നടന്ന 1-ാം ചൈന ജപ്പാൻ യുദ്ധത്തിൽ അന്നത്തെ വൻ ശക്തിയായിരുന്ന ചൈന നാണം കെട്ട് പരാജയപ്പെട്ടു. തുടർന്ന് 1895 ഒപ്പുവെച്ച ചരിത്ര പ്രസിദ്ധമായ ഷിമോനോസെക്കി ഉടമ്പടി പ്രകാരം ചൈന തായ്വാന്റെ നിയന്ത്രണം പൂർണ്ണമായി ജപ്പാന് വിട്ടുകൊടുത്തു. നിങ്ങൾക്കറിയാമോ, തുടർന്നുള്ള 50 വർഷത്തോളം തായ്വാൻ ജപ്പാന്റെ കീഴിലായിരുന്നു. എന്നാൽ 2-ാം ലോക മഹായുദ്ധ സമയത്ത് കാര്യങ്ങളെല്ലാം തലകീഴായി മറിഞ്ഞു. അതായത് 2-ാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ അടിയറവ് പറഞ്ഞതോടെ സഖ്യകക്ഷികളുടെ തീരുമാനപ്രകാരം തായ്വാന്റെ നിയന്ത്രണം അന്നത്തെ ചൈനീസ് ഭരണകൂടമായ റിപ്പബ്ലിക് ഓഫ് ചൈനയ്ക്ക് ലഭിച്ചു. അതായത് അന്ന് ചൈന ഭരിച്ചിരുന്ന ചിയാങ് കൈ ഷെക്കിന്റെ നാഷണലിസ്റ്റ് സർക്കാരിന്റെ കീഴിലായി തായ്വാൻ. എന്നാൽ പിന്നീടാണ് കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. 1949
ചൈനയിൽ നടന്ന ആഭ്യന്തര യുദ്ധത്തിൽ മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിജയിച്ചു. പരാജയപ്പെട്ട ചിയാങ് കെയ് ഷേക്കും ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളും നാഷണലിസ്റ്റ് പടയും തായ്വാൻ ദ്വീപിലേക്ക് പലായനം ചെയ്തു. കമ്മ്യൂണിസ്റ്റുകൾ ബീജിംഗ് ആസ്ഥാനമാക്കി പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന സ്ഥാപിച്ചപ്പോൾ തായ്വാനിൽ എത്തിയ നാഷണലിസ്റ്റുകൾ തങ്ങളുടെ പഴയ ജനാധിപത്യ സർക്കാരായ റിപ്പബ്ലിക് ഓഫ് ചൈന അവിടെ തുടർന്നു. ഇവിടെയാണ് പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ലോജിക് ഉള്ളത്. 1949 നിലവിൽ വന്ന ബീജിംഗിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം തായ്വാൻ എന്ന ദ്വീപിനെ ഒരൊറ്റ ദിവസം പോലും നേരിട്ട് ഭരിച്ചിട്ടില്ല. അതെ, തായ്വാൻ ചരിത്രപരമായി സ്വതന്ത്ര ചിന്താഗതിയും ജനാധിപത്യ മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചു വളർന്ന ഒരു രാജ്യമാണ്. എന്നാൽ ചൈന ഇപ്പോൾ ശ്രമിക്കുന്നത് എന്തിനാണ്? തങ്ങളുടെ വിപുലീകരണ നയങ്ങളുടെയും അധിനിവേശ അഹങ്കാരത്തിന്റെയും ഭാഗമായി ഇന്ന് തായ്വാനെ വിഴുങ്ങാൻ ശ്രമിക്കുകയാണ് ചൈന. അതെ, സ്വന്തം അധിനിവേശ സ്വപ്നങ്ങൾ ന്യായീകരിക്കാൻ ദേശീയ അഖണ്ഡത എന്ന വ്യാജ പ്രചരണം നടത്തുകയാണ് ചൈന ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ലോകരാജ്യങ്ങൾ ഇതിനെതിരെ ഒറ്റക്കെട്ടായി സംസാരിക്കാത്തത് എന്ന ചോദ്യം നിങ്ങളിൽ ഉയർന്നേക്കാം. അല്ലെങ്കിൽ ചൈനയുടെ ഈ കടുങ്കൈ കണ്ടിട്ടും ഈ പ്രവർത്തനങ്ങളൊക്കെ കണ്ടിട്ടും ലോകം എന്തുകൊണ്ട് പലപ്പോഴും നിശബ്ദത പാലിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. അതിന് കാരണം എന്താണെന്ന് അറിയാമോ? നയതന്ത്രപരമായ ചില സമ്മർദ്ദങ്ങളാണ്. അന്താരാഷ്ട്ര തലത്തിൽ പല രാജ്യങ്ങളും ഇത്തരം രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ കാരണം ഏക ചൈന നയത്തെ അംഗീകരിക്കുന്നുണ്ടെങ്കിലും ചൈനയുടെ ഈ സൈനിക അഹങ്കാരത്തെയും അധിനിവേശ തന്ത്രങ്ങളെയും ലോക രാജ്യങ്ങൾ വലിയ ഭയത്തോടെയാണ് നോക്കിക്കാണുന്നത്. ദേശീയ സുരക്ഷ, പ്രതിരോധ തന്ത്രങ്ങൾ, അന്താരാഷ്ട്ര ഭൗമരാഷ്ട്രീയ വിഷയങ്ങൾ എന്നിവയെക്കുറിച്ച് പഠനങ്ങളും ഗവേഷണങ്ങളും നടത്തുന്ന ഇന്ത്യയിലെ ഏറ്റവും പഴയതും പ്രമുഖവുമായ ഡിഫൻസ് തിങ്ക് ടാങ്ക് ആയ യുണൈറ്റഡ് സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ തായ്വാൻ കടലിടുക്കിൽ ചൈന നടത്തുന്ന ഏകപക്ഷീയമായ ശക്തി പ്രകടനങ്ങൾ ആഗോള സമാധാനത്തിന് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. കാരണം ലോക വ്യാപാരത്തിന്റെ വലിയൊരു ശതമാനവും അന്താരാഷ്ട്ര കപ്പലുകളുടെ ചരക്ക് നീക്കവും നടക്കുന്നത് ഈ തന്ത്രപ്രധാനമായ സമുദ്രപാതയിലൂടെയാണ്. ഇനി നമുക്ക് തുടക്കത്തിൽ ചോദിച്ച ആ ചോദ്യമില്ലേ, തായ്വാന് ചുറ്റും ചൈന ഒരുക്കുന്ന കെണികൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഇവിടെ അത് പരിശോധിക്കാം. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഭാരതത്തിന്റെ ലഡാക്കിലും അരുണാചൽ പ്രദേശിലും അതിർത്തിയിലും വഞ്ചനാപരമായ നീക്കങ്ങൾ നടത്തുന്ന അതേ ചൈനീസ് തന്ത്രങ്ങളല്ലേ തായ്വാന് ചുറ്റും നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? നേരിട്ടൊരു വലിയ യുദ്ധത്തിലേക്ക് പോകാതെ തായ്വാനെ ഘട്ടം ഘട്ടമായി ശ്വാസം മുട്ടിച്ച് കീഴടക്കാനാണ് ബീജിംഗ് ഭരണകൂടത്തിന്റെ പ്ലാൻ. പ്രധാനമായും 4 മാരകമായ കെണികളാണ് ചൈന ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കെണി ഗ്രേ സോൺ സൈനിക സമ്മർദ്ദമാണ്. എന്താണ് ഈ ഗ്രേ സോൺ തന്ത്രം? അത് നിങ്ങൾക്കറിയാമോ എന്താണെന്ന്? യുദ്ധം പ്രഖ്യാപിക്കലല്ല, എന്നാൽ സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കുകയുമില്ല. തായ്വാന്റെ വ്യോമനാവിക അതിർത്തികളിലേക്ക് ദിവസേന യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും അയക്കുക, അവരെ തടയാൻ ദിവസവും 10,000 ഡോളർ ചെലവഴിച്ച് തായ്വാൻ സേനയ്ക്ക് പറന്നുയരേണ്ടി വരുന്നു. ഇതിലൂടെ തായ്വാന്റെ പ്രതിരോധ ബജറ്റ് ഖജനാവ് തകർക്കാനും അവരുടെ സൈന്യത്തെ മാനസികമായി ക്ഷീണിപ്പിക്കാനുമുള്ള ഒന്നാന്തരം ചതിച്ചരടാണിത്. എന്നാൽ ചൈനയുടെ ഈ ഭീഷണികൾക്ക് മുന്നിൽ തായ്വാൻ മുട്ടുമടക്കാൻ തയ്യാറല്ല. സ്വന്തം മാതൃഭൂമിയെ സംരക്ഷിക്കാൻ തായ്വാൻ തങ്ങളുടെ പ്രതിരോധ ശേഷി വൻതോതിൽ വർദ്ധിപ്പിക്കുകയാണ്. ജൂൺ മാസത്തിൽ ഫോക്കസ് തായ്വാൻ പുറത്തുവിട്ട ആവേശകരമായ ആ വാർത്ത നോക്കൂ. തായ്വാൻ സ്വന്തമായി നിർമ്മിച്ച ആദ്യത്തെ അത്യാധുനിക അറ്റാക്ക് സബ്മറൈൻ കാവോസിംഗ് തുറമുഖത്ത് നിന്ന് നിർണായകമായ കടൽ പരീക്ഷണങ്ങൾക്കായി പുറപ്പെട്ടു. ഇത് ആ അന്തർവാഹിനിയുടെ 15ാമത്തെ കടൽ പരീക്ഷണവും 9ാമത്തെ വെള്ളത്തിനടിയിലുള്ള നാവിഗേഷൻ പരീക്ഷണവുമാണ്. ചൈന വൻ സൈന്യവുമായി കടന്നു വന്നാൽ ചെറിയ മിസൈലുകളും ആഭ്യന്തരമായി നിർമ്മിച്ച അന്തർവാഹിനികളും ഉപയോഗിച്ച് അവരെ തിരിച്ചടിക്കുക എന്നതാണ് തായ്വാന്റെ പ്രതിരോധ തന്ത്രം. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭീഷണികൾക്ക് മുന്നിൽ പതറാതെ സ്വന്തം പരമാധികാരം സംരക്ഷിക്കാൻ ഒരു കൊച്ചു രാജ്യം നടത്തുന്ന ഈ പോരാട്ടം ജനാധിപത്യ ലോകത്തിന് മുഴുവൻ വലിയൊരു പ്രചോദനമാണ്. രണ്ടാമത്തെ കെണി എന്താണെന്ന് അറിയാമോ? സാമ്പത്തിക ഭീഷണിയും ഉപരോധവുമാണ്. അമേരിക്ക ഇപ്പോൾ പല രാജ്യങ്ങൾക്കും മേൽ ചുമത്തിക്കൊണ്ടിരിക്കുന്ന അതേ അടവുകൾ. ഇവിടെ തായ്വാന്റെ വിപണിയെയും വ്യാപാരികളെയും തകിടം മറിക്കാൻ ചൈന എന്താണ് ചെയ്യുന്നതെന്ന് അറിയാമോ? തായ്വാനിൽ നിന്നുള്ള കാർഷിക ഉൽപ്പന്നങ്ങളും മീൻപിടുത്ത വിഭവങ്ങളും
ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത് പെട്ടെന്ന് വിലക്കുന്നു. പോരാത്തതിന് തായ്വാനുമായി കച്ചവടം നടത്തുന്ന അന്താരാഷ്ട്ര കമ്പനികളെ ഭീഷണിപ്പെടുത്തുകയും ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്യുന്നു. മൂന്നാമത്തെ കെണിയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുമോ ഇല്ലയോ എന്നെനിക്കറിയില്ല. അങ്ങനെ ഒരു കാര്യമാണത്. തായ്വാന്റെ സർക്കാർ വെബ്സൈറ്റുകൾ, വൈദ്യുതി നിലയങ്ങൾ, ഡിജിറ്റൽ നെറ്റ്വർക്കുകൾ എന്നിവയ്ക്ക് നേരെ ദിവസവും ആയിരക്കണക്കിന് സൈബർ ആക്രമണങ്ങളാണ് നടക്കുന്നത്. അതോടൊപ്പം സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ വാർത്തകൾ അഴിച്ചുവിട്ട് തായ്വാനിലെ ജനങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കാനുള്ള ചൈനീസ് അനുകൂല ചിന്തകൾ വളർത്താനും വലിയ തുക ചെലവഴിക്കുന്നുവെന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ വ്യക്തമായി പറയുന്നു. തായ്വാനെ പിന്തുണയ്ക്കുന്ന ചെറിയ കൊച്ചു രാജ്യങ്ങൾക്ക് വലിയ തുക വായ്പയും സാമ്പത്തിക വാഗ്ദാനങ്ങളും നൽകി അവരെ കൊണ്ട് തായ്വാനുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിപ്പിച്ച് അന്താരാഷ്ട്ര തലത്തിൽ അവരെ ഒറ്റപ്പെടുത്തുക എന്ന തന്ത്രമാണ് അടുത്തതായി പ്രയോഗിക്കുന്നത്. എന്നാൽ ഇതെല്ലാം ചെയ്തിട്ടും ചൈനയ്ക്ക് വിജയം നേടാൻ കഴിഞ്ഞു? തായ്വാൻ പേടിച്ച് അടിയറവ് പറഞ്ഞു? ഇല്ലേയില്ല. ലഡാക്കിലും അരുണാചലിലും ചൈന കാണിക്കുന്ന അതേ വഞ്ചനാപരമായ നിലപാടാണ് തായ്വാനോടും അവർ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് ലോകം മാറിയിരിക്കുന്നു. ഭാരതം ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അണിനിരക്കുന്ന ക്വാഡ് സഖ്യവും ജനാധിപത്യ ശക്തികളും ചൈനയുടെ ഈ വിപുലീകരണ നയങ്ങൾക്കെതിരെ ഒന്നിച്ചിരിക്കുന്നു. എന്തായാലും തായ്വാൻ കടലിടുക്കിലെ സ്ഥിരത തകർന്നാൽ അത് ചൈനയുടെ തന്നെ പതനത്തിന്റെ തുടക്കമായിരിക്കും എന്നതിൽ ഒരു സംശയവും വേണ്ട. ചൈനയുടെ ഈ വ്യാപ്തിവാദത്തിനെതിരെയും ഭാരതവും ലോകരാജ്യങ്ങളും കൂടുതൽ ശക്തമായ നിലപാട് എടുക്കേണ്ടതുണ്ടോ? ചൈനയുടെ ഭീഷണികൾക്ക് മുന്നിൽ തായ്വാൻ ഉയർത്തുന്ന ഈ പ്രതിരോധത്തെ കുറിച്ച് നിങ്ങൾ എന്ത് കരുതുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ.